അങ്ങനെ മറ്റൊരു ആറ്റുകാൽ പൊങ്കാലയും കൂടെ വന്നെത്തിയിരിക്കുകയാണ്. ഇപ്പോ വിദേശികൾ പോലും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന, നമുക്ക് ലോകത്തിന് മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരു 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 അത്ഭുതം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജനത്തിരക്ക് വെച്ച് നോക്കുമ്പോഴാണ്. കാര്യം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ആറ്റുകാൽ പൊങ്കാലയിൽ വന്ന് പങ്കെടുക്കുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകള് എല്ലാരും വന്ന് അതിന്റെ ഭാഗമാകുന്നു. അതൊരു അഭിമാനമായി അതിനെ കേരളത്തിന്റെ ഒരു അഭിമാനമായി മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള ചില ആഘോഷങ്ങൾ അത് മതപരമായിട്ടാണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ നല്ലതാണ് സത്യത്തിൽ. അത് കേരളത്തിന്റെ പേര് നമ്മുടെ കേരളം, നമ്മൾ ജീവിക്കുന്ന നാടിന്റെ പേര് നല്ല രീതിക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഏതൊരു ആഘോഷവും അത് മതപരമാണോ എന്ന് നോക്കുന്നതിന്റെ ആവശ്യമില്ല. കാര്യം അത് നല്ലതാണ്. പക്ഷേ ഇത്തവണത്തെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ പൊങ്കാലയിടാമെന്ന പെമ്പിള്ളാരെക്കാളും അല്ലെങ്കിൽ സ്ത്രീകളെക്കാളും കൂടുതൽ അവിടെ ഓൺലൈൻ മീഡിയാസ് ആയിരുന്നു. ഓൺലൈൻ മീഡിയാസ്, പിന്നെ നമ്മൾ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മീഡിയാസ് ഉണ്ടല്ലോ, അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വാർത്ത ചിത്രീകരിക്കാൻ വേണ്ടി വരുന്നതാണ്. അവർ വരുന്നു, ചിത്രീകരിക്കുന്നു, അവരുടെ പരിപാടി തീർക്കുന്നു, അവർ പോകുന്നു. പക്ഷേ ഈ കുറേ എണ്ണം ഉണ്ടല്ലോ, ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യും. അതായത് കറക്റ്റ് സത്യം പറഞ്ഞാൽ പറയുകയാണെങ്കിൽ ഈ പെമ്പിള്ളാരൊന്ന് വളയാൻ വേണ്ടിയിട്ട് ഈ ഈ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ താഴോട്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. കറക്റ്റ് അവർക്ക് ആ ഒരു ക്യാമറയിൽ സൂമിൽ അതിനകത്തെ മൊബൈലിനകത്ത് കറക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട്. എന്തൊരവസ്ഥയാണ് ചിന്തിച്ചു നോക്കിയേ. ഈ ആറ്റുകാൽ പൊങ്കാല നടന്ന അന്ന് എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം ഫീഡിൽ നിറയെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്ന ആക്ട്രസസ്, സിനിമയിൽ അഭിനയിക്കുന്ന നടിമാര്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എന്റർടൈനേഴ്സ്, നമ്മൾ ഈ എന്താ പറയാ, ഈ സിനിമയിലും അതുപോലെ തന്നെ സീരിയലിലും അങ്ങനെയൊക്കെ കാണുന്ന കുറേ ആളുകൾ, സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ അടുത്ത് പോകുന്നു, അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് രസകരമായിട്ടൊരു കാര്യം കണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവര് ക്യാമറ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നിട്ട് ഈ പെമ്പിള്ളാരെ, ഈ സ്ത്രീകളൊക്കെ അവിടുന്ന് ഓടുക. ഈ ക്യാമറ മുന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഓടി മാറുക. ഇതിനകത്ത് മറ്റൊരു സംഭവം ഞാൻ കണ്ടതെന്നു വെച്ച് കഴിഞ്ഞാല്, ഒരു അമ്മയും മകളും അവര് എന്തോ സിനിമ സീരിയലിൽ എന്തോ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോ ഈ മകള് പൊങ്കാല ഇട്ടോണ്ടിരിക്കുക. അപ്പൊ ഇതെന്തുവായാലും ഈ അടുപ്പിലേക്ക് നമുക്കൊന്ന്, ഈ കുഞ്ഞാണല്ലോ ഈ ചെയ്യേണ്ടത്. അപ്പത്തേക്കും ഈ അമ്മ ഇങ്ങനെ തൊട്ട് ചേർന്ന് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പം നേരെ നോക്കുമ്പോഴത്തേനും, അമ്മ ഇങ്ങനെ നേരെ നോക്കുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ ഒരു ക്യാമറയും പിടിച്ചോണ്ട് ഇങ്ങനെ ഒരുത്തൻ ഇങ്ങനെ നിൽക്കുക. എപ്പോഴായതെന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുന്നതെന്ന് നോക്കിക്കൊണ്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് ഉടനെ കാര്യം മനസ്സിലായിട്ട് ഒരു തോർത്തങ്ങട്ട് ഇട്ട് കൊടുത്തു. എന്തോ ഒരു അപമാനമാന്ന് ഓർത്ത് നോക്കി. എന്നിട്ടും ലെവൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ. എപ്പോഴാണ് എന്നാലും തോർത്തൊന്ന് മാറിയാലോ എന്ന് ഓർത്ത്. എന്തൊരു അവസ്ഥയാന്നാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേനും, പ്രത്യേകിച്ചും ഓൺലൈൻ മീഡിയാസ് ഇതുപോലെ വ്യാപകമാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ഒക്കെ പുറകെ നടക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അതിനെ പ്രചരിപ്പിക്കുന്നു, എന്നിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് കാഴ്ചകളായിരുന്നു ഇത്തവണത്തെ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യത്തിൽ പൊങ്കാല എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഭവം, അതൊരു ഒരു ഭക്തി മാർഗത്തിൽ, എന്താ പറയാ, ഒരു 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 അമ്പലം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ അവിടെ എന്താണ് ശരിക്കും ഇവര് ഷൂട്ട് ചെയ്യേണ്ടത്? ആ ഒരു പൊങ്കാല ഇടുന്ന കലം ഇല്ല. ഈ പല വീഡിയോസും ശ്രദ്ധിച്ചാൽ ഈ പൊങ്കാല ഏത് കലത്തിലാണ് ഇടുന്നത്, അവരെന്താണ് അതിനകത്തോട്ട് എടുത്തിരുന്നതെന്നൊന്നും ആർക്കും അറിയണ്ട. ഈ സ്ത്രീകളുടെ പുറകെ ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഇത് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇവര് ഓൺലൈൻ മീഡിയാസിൽ ഇടുന്നു, പ്രചരിപ്പിക്കുന്നു. എന്തൊരു ദയനീയത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ബാക്കിയുള്ളവരൊക്കെ കണ്ടാൽ ഇത് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു മൈൻഡ് പോലും ഇല്ലാതെ ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരം തന്നെയാ. അപ്പൊ ഇത്തവണത്തെ പൊങ്കാല നിങ്ങളും കണ്ടു കാണും. അപ്പോ ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാവരും ഉള്ള ആൾക്കാരാണ് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പോലും. അപ്പോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു തവണത്തെ പൊങ്കാലയെ പറ്റി തോന്നിയതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും ചിപ്പി രഞ്ജിത്ത് പൊങ്കാലയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഐശ്വര്യമുള്ള ഒരു വ്യക്തി. ഞാൻ ആ പൊങ്കാലയിൽ കണ്ടതിൽ വെച്ചിട്ട് എല്ലാ വർഷവും വരും. പൊങ്കാല എന്ന് പറയുന്ന ഒരു ഇതിൽ മാത്രമേ അദ്ദേഹത്തിന്റെ പ്രസൻസ് നമ്മൾ കാണത്തുള്ളൂ. ബാക്കിയുള്ള പൊതുപരിപാടിക്കോ അങ്ങനെയുള്ളൊന്നും പൊതുവെ അങ്ങനെ കാണാറില്ല. പക്ഷെ എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരും. വളരെ നന്നായിട്ട് പൊങ്കാല അവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ കൂടും. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാകുന്ന ആളാണ് നമ്മുടെ ചിപ്പി രഞ്ജിത്ത്.